ഏഞ്ചൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ മാലാഖിയൊന്നുമല്ല അല്ലേ. എന്നെയും നിങ്ങളെയും പോലെ ആളുടെ കയ്യിൽ കുറച്ച് കൂടുതൽ പൈസ ഉണ്ട്, അത്രേ ഉള്ളൂ. ആളുടെ കയ്യിൽ ചിലപ്പോൾ ഒരു 50 കോടിയുടെ ഫണ്ട് ഉണ്ടാവും. 50 കോടിയുള്ള കാശ് അയാൾ 50 ലക്ഷം, 1 ലക്ഷം, 1 കോടി, 1.5 കോടി എന്ന രീതിയിൽ കുട്ടിയായിട്ട് വന്നിട്ട് കൊടുക്കുന്ന ഒരു ഏഞ്ചൽ ഇൻവെസ്റ്റർ അല്ലേ. അപ്പോൾ 50 കോടി കാശുണ്ട് എന്ന് പറയുന്ന ഒരാളുടെ നെറ്റ്വർത്ത് എന്തായിരിക്കും? ആൾക്ക് എന്തായാലും ഒരു 500 കോടിയുടെ നെറ്റ്വർത്ത് ഉണ്ടാവും. ആ 500 കോടിയുടെ നെറ്റ്വर्थോ അല്ലെ 250 കോടിയുടെ നെറ്റ്വർത്തിലായിരിക്കും ആളുടെ ഈ 50 കോടിയുടെ പോർട്ട്ഫോളിയോയിൽ ആൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. മനസ്സിലായോ? ഒരു 250 കോടി 500 കോടിയുള്ള നെറ്റ്വർത്തുള്ള ഒരു ആളെന്ന് പറയുമ്പം അത്യാവശ്യം ബിസിനസ് ചെയ്ത് നല്ല സ്മാർട്ട് ആൻഡ് എഫിഷ്യൻ്റ് ആളായിരിക്കും അല്ലേ. ക്ലിയർ ആണോ? നമ്മൾ ഇന്ന് വരെ ജീവിതത്തിൽ 5 കോടി ഒന്നിച്ചിട്ടുണ്ടാവില്ല അല്ലേ. നമ്മളാണ് അയാൾക്ക് മുന്നിൽ വന്നിട്ട് എൻ്റെ കമ്പനിയുടെ 25 കോടിയുടെ വാല്യുവേഷനാണ്, എനിക്കൊരു 2.5 കോടി വേണം എന്ന രീതിയിൽ ഒരു ബിസിനസ് പ്ലാനും കൊണ്ടുപോകുന്നത് അല്ലേ. അയാൾ നമ്മളെ പറിച്ച് ചുമരിലൊട്ടിക്കും. കാരണം ഹീസ് എ ബിസിനസ് അല്ലേ. എത്രയും അക്യുമെൻ്റ് ഉള്ള ഒരാൾ, അയാൾ ചോദിക്കുന്ന 10 ചോദ്യം നമുക്കൊന്നും മനസ്സിലാവും. കാരണം അയാളുടെ 2000 കോടി ബിസിനസ് നടത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചാൽ അയാൾ ചോദിക്കുന്നുണ്ടോ അല്ലേ. നമ്മളാണ് അങ്ങനെ കണ്ടിട്ട് കൂടി ഉണ്ടാവില്ല. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറയുന്നത്? സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ യു അപ്രോച്ച് എൻ ഏഞ്ചൽ ഇൻവെസ്റ്റർ അല്ലേ. നമ്മളും അതിനനുസരിച്ച് നല്ലോണം പ്രിപ്പയർഡ് ആയിരിക്കണം അല്ലേ. യു കനോട്ട് എക്സ്പെക്ട് ഹിം ഹി വിൽ ബിഹേവ് ലൈക്ക് എ ടിപ്പിക്കൽ ഇൻവെസ്റ്റർ. മനസ്സിലാ, ആളൊരു ബിസിനസ് മാൻ ആണെങ്കിൽ ആളുടെ 2000 കോടി നടത്തിയ ബിസിനസ് നടത്തിയതിൻ്റെ ആളുടെ കയ്യിൽ ഇനഫ് എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലേ. നല്ലതാണ് അങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് മോഡലൊക്കെ മാറും. പക്ഷെ നമ്മൾ ഇതുപോലെ പ്രോപ്പറായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ നാണം കെടും. നമ്മൾ പോയ പോലെ തന്നെ തിരിച്ചു വരും. Fintaxman, the mentor your business needs.